ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ പുറത്തിറക്കിയ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ജനനമരണ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ വിവാഹ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ എല്ലാം അപ്ലൈ ചെയ്യാനും അതുപോലെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെൻഡ് OTP കൊടുത്ത് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതായത് ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന 1 ടൈം പാസ്വേഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെയുള്ള വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ പേര് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം താഴെയായിട്ട് രജിസ്റ്റർ എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മൊബൈൽ നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യണം. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഈ ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെൻഡ് OTP എന്നൊരു ബട്ടൺ കാണാം താഴെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു വെരിഫിക്കേഷൻ കോഡ് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നമ്പർ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം താഴെ വാട്സപ്പ് നമ്പർ അതുപോലെ ഇമെയിൽ ID കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴും അതുപോലെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വാട്സപ്പിലൂടെയും ഇമെയിലൂടെയും അവർ അയച്ചു തരുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതിനുശേഷം താഴെയുള്ള രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ആദ്യം കാണുന്ന ക്വിക്ക് പേയ്മെൻറ്റ്, അതുപോലെ മൈ സർട്ടിഫിക്കറ്റ്, അതുപോലെ മൈ ആപ്ലിക്കേഷൻ 3 ടാബുകൾ കാണാം. താഴെയായിട്ട് നിങ്ങൾക്ക് ആൾ സർവീസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ കിട്ടുന്ന എല്ലാ സർവീസുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് തൊട്ട് അടുത്തുള്ളത് സെറ്റിങ്സ് ആണ്. നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം. അതിന് തൊട്ട് കാണുന്നത് പ്രൊഫൈലാണ്. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് കുട്ടി ജനിച്ച സ്ഥലം ഏതാണ്, ഡേറ്റ്, അതുപോലെ മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ ഡിസ്ട്രിക്റ്റ്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ മാരേജ് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മൈ ബിൽഡിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബിൽഡിംഗ് ഡീറ്റെയിൽസ്, അതായത് മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ബിൽഡിംഗ് ID കൊടുത്ത് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ അഡ്വാൻസ് സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും അതുപോലെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, വാർഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങളുടെ ബിൽഡിംഗ് ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും. അടുത്തതായി ഡെത്ത് സർട്ടിഫിക്കറ്റാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ഡെത്ത് രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് മരിച്ച ആളുടെ പേര്, അതുപോലെ ഏത് ദിവസമാണ് മരിച്ചത്, അങ്ങനെ ടൈം കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. അതുപോലെ പേ ടാക്സ് എന്നുള്ളതാണ് അടുത്തത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ബിൽഡിംഗ് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബിൽഡിംഗ് ഇതിലേക്ക് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ലിങ്ക് ബിൽഡിംഗ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ ആധാർ നമ്പർ, അതുപോലെ തന്നെ ബിൽഡിംഗ് ID കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിൽഡിംഗ് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ളത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും മാത്രമാണ്. പഞ്ചായത്ത് ഇതുവരെ വന്നിട്ടില്ല. വരുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.
ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.